ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഞാനൊരു യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. പക്ഷേ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് സക്സസ് ആയ ഒരു സാധനമാണ് ഞാൻ ഇവിടെ പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഈ ചുമ, കഫക്കെട്ട്, ചുമ, അതുപോലെ പനി, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടാവും. ആ ബുദ്ധിമുട്ടിനൊക്കെ ഒരു പരിഹാരം എന്നുള്ളതാണ് ഞാനിവിടെ കുഞ്ഞിനെ എപ്പോൾ ഉണ്ടാവുന്നോ അപ്പം ഞാൻ ഡെയിലി ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇവർക്ക് രാത്രി ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ, ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, ജലദോഷം കാരണം മൂക്കിലൂടെയും വായിലൂടെയും ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒറ്റമൂലി എന്നൊന്നും പറയാൻ പറ്റില്ല. ഒറ്റമൂലിയല്ല, ഇത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിങ്ങനെ എപ്പോഴും ചെയ്യാൻ പാടില്ല. രാത്രി കിടക്കുമ്പോൾ മാത്രം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാവും. നമ്മുടെ ഈ ആക്സ് ബ്രാൻഡ് ഓയിലില്ലേ, ആ ആക്സ് ബ്രാൻഡ് ഓയിൽ ഞാനിവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ആക്സ് ബ്രാൻഡ് ഓയിൽ ഒരു 2 തുള്ളി വെച്ചിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ടീഷർട്ടുമ്മിലും അതുപോലെ മൂക്കിൻ്റെ അവിടെ ഒന്ന് സ്മെല്ല് ചെയ്യുക. എന്നിട്ട് ഈ ടീഷർട്ടുമ്മിലെ പിന്നെ നമ്മൾ കുഞ്ഞുങ്ങൾ കിടക്കുന്ന ബെഡിൻ്റെ കുഞ്ഞുങ്ങളുടെ മേത്തല്ല, ആ ബെഡിൽ കുഞ്ഞുങ്ങളുടെ തല വരുന്ന ഭാഗത്ത് കിടക്കയിൽ ഒരു 2 തുള്ളി ഒഴിക്കുക. ഇതേപോലെ ഈ യൂക്കാലിപ്സും ആക്സ് ബ്രാൻഡ് ഓയിലും രണ്ടും ഇതേപോലെ നമ്മളിട്ട ഡ്രസ്സിൻ്റെതും അതുപോലെ ഈ കിടക്കയിലും ഒരു 2-3 തുള്ളി ഉറ്റിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഈ മൂക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ തുറന്ന് വരും. നല്ല സുഖമായിട്ട് അവർ ഉറങ്ങും ചെയ്യും. നല്ല സുഖത്തിൽ കിടന്നുറങ്ങാൻ പറ്റും. അവർക്ക് ശ്വാസം എടുക്കാൻ പറ്റും. ജലദോഷത്തിനും ചുമയ്ക്കൊക്കെ നല്ല മാറ്റം ഉണ്ടാവും. അതാണ് ഈ യൂക്കാലിപ്സും ആക്സ് ബ്രാൻഡ് ഓയിലും. ഒരു 2 തുള്ളി, കൂടുതലാവാൻ പാടില്ല. കൂടുതലായി കഴിഞ്ഞാലും അവർക്ക് ബുദ്ധിമുട്ടാണ്. 2-3 തുള്ളി എന്ത് ചെയ്യുക, അവിടെ ഈ ഡ്രസ്സിലൊക്കെ ഉറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ കഞ്ഞിക്കൂർക്കലില. ഇവിടെയൊക്കെ ഞങ്ങൾ കഞ്ഞിക്കൂർക്കലിൻ്റെ ഇല എന്നാണ് പറയുക. അത് മനസ്സിലാവാറില്ല, ഞാൻ ചിത്രം കൊടുക്കാം. ഈ കാണുന്ന ചിത്രമാണ് കഞ്ഞിക്കൂർക്കലിൻ്റെ ഇല. ഈ ഇല ഇങ്ങനെ തന്നെയാണോ പ്രൊനൗൺസ് ചെയ്യുക എന്നുള്ളതും അറിയില്ല കേട്ടോ. ഇവിടേക്ക് അങ്ങനെയാണ് പറയാറ്. ഈ ഇല എന്ത് ചെയ്യുക, നമ്മൾ വാട്ടി അത് പിഴിഞ്ഞ് ഒരു സ്പൂണിലേക്ക് പിഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ നീര് കിട്ടും. ഈ നീര് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ജലദോഷമൊക്കെ മാറിക്കിട്ടും. പിന്നെ ഈ ചെറിയ മക്കളുണ്ടാവുമല്ലോ, ന്യൂ ബോൺസ്, അതുപോലെ ഒരു വയസ്സാവുന്നത് വരെയുള്ള ആ കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്ക് ഈ കഞ്ഞിക്കൂർക്കലിൻ്റെ ഇലയൊക്കെ അതിൻ്റെ നീരൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം തരിപ്പ് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ന്യൂ ബോൺസിന്, ചെറിയ മക്കൾക്ക്, ഒരു 6 മാസം പ്രായമാവുന്ന മക്കൾക്ക് ചെയ്യുന്ന ഈ ഇല കൊണ്ട് ചെയ്യുന്ന ഒരു ഒറ്റമൂലി എന്ന് പറഞ്ഞാൽ, ഈ ഇല ഇതുപോലെ വാട്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ തലയുടെ നെറുകിൽ വെച്ച് കൊടുക്കുക. അത് വാട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നീര് ഇറങ്ങിയിട്ട് അവർക്ക് ജലദോഷം മാറുമെന്നാണ് പറയുന്നത്. ഇതൊക്കെ ഞാൻ ഇവിടെ എൻ്റെ മക്കൾക്ക് ചെയ്തു കൊടുത്ത കാര്യങ്ങളാണ്. ഇവർക്ക് നല്ലതുപോലെ അതിനുള്ള ഗുണം ഉണ്ടായിട്ടുമുണ്ട്. പെട്ടെന്ന് ജലദോഷമൊക്കെ മാറിയിട്ടുമുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് പറയുക കേട്ടോ കമൻറ്റിൽ.